ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ശമ്പരീർ പൂവിന്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി അവിടെ നിന്ന് രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ നീലിമ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. അപ്പോഴാണ് നീലിമയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ശ്രുതി ഭയങ്കര ബുദ്ധിയുള്ള പെണ്ണാണെന്നാണ് നീലിമ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നീലിമ അവൾക്ക് സൈബർ സെല്ലിലൊക്കെ ആൾക്കാർ കാണും, അതുകൊണ്ടായിരിക്കും എല്ലാവരും കൂടി കൂട്ടി വന്ന് അവള് സുധിയെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഇതങ്ങനെ വെറുതെ വിടുമെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പോൾ ഞാൻ തോറ്റുപോയി, പക്ഷേ അങ്ങനെ തോറ്റു പിന്മാറില്ല. അവനെ ഞാൻ പൊക്കും. എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചെടുത്ത 50 ലക്ഷം രൂപ അവനെ കൊണ്ട് ഞാൻ തന്നെ തരിയിക്കും എന്നിങ്ങനെ നമ്മുടെ നീലിമ വളരെയേറെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഗുണ്ടകൾ നീലിമയെ പറ്റിച്ച കാര്യമൊന്നും നീലിമയ്ക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സുധിയെ അവിടെ കൊണ്ട് തടവിൽ പറപ്പിച്ചതും അങ്ങനതായ ചില കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ, ശ്രുതി ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ? നീ വിചാരിച്ചോ ഞാനിങ്ങനെ ജീവനോടെ വരുമെന്ന്? സച്ചി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ ജീവനോടെ നിനക്ക് കാണാൻ പറ്റില്ലായിരുന്നു ശ്രുതി. അവര് നിന്നോട് പൈസ ആവശ്യപ്പെട്ടു, പക്ഷെ നിനക്ക് പൈസ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെന്നെ കൊന്നു കളയേണ്ടതായിരുന്നു ശ്രുതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, സച്ചി വന്നില്ലായിരുന്നെങ്കിൽ കൂടിയും നിന്നെ രക്ഷിക്കാൻ അവിടെ ആളെത്തുമായിരുന്നു എന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതേന്നേ, ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗുണ്ടയോ? ഏത് ഗുണ്ട? നിനക്കപ്പോൾ ഗുണ്ടകളായിട്ടൊക്കെ കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ അല്ല സുധി, എനിക്ക് ഗുണ്ടകളായിട്ട് കമ്പനിയൊന്നുമില്ല. മീര വഴിയാണ് ഞാനൊരു ഗുണ്ടയെ പരിചയപ്പെട്ടത്. അങ്ങനെ സുധിയെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്ന് അയാളെ ഏർപ്പാടാക്കിയിരുന്നു. അപ്പോഴല്ലേ സച്ചിയുടെ വരവും സച്ചി നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും എന്നൊക്കെ പറയാണ്. ഏതായാലും ഞാൻ സച്ചിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. സച്ചിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെ സച്ചിയോട് നന്ദി കാണിക്കാനൊക്കെ വരട്ടെ. സച്ചി സുധിയോട് ചെയ്ത കാര്യങ്ങളൊന്നും സുധി മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറക്കാൻ പാടില്ല. അത് നീ പറഞ്ഞ സത്യം തന്നെയാണ്. ഞാനേ ഒന്ന് പേടിച്ചു പോയായിരുന്നു. അല്ല, സച്ചി എങ്ങനെ സത്യം തിരിച്ചറിഞ്ഞിട്ടാണോ വന്നതെന്ന്? അങ്ങനെ സത്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നാലും സ്ഥിതി? പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെ ബന്ധമൊന്നും അവിടെ ഉണ്ടാവില്ല. സച്ചി നിന്നെ പൊളിച്ചടിക്കാനായിരുന്നു സുധി. അത് നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരുന്നു. അതും എനിക്കറിയാം. പക്ഷെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ അതെനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല ശ്രുതി. പേടിച്ച് വിറച്ചു പോയില്ല ഞാന്. നീലിമ ഇനിയും വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അവള് വരാനൊന്നും പോകുന്നില്ല. ഇനി ആ കാര്യം അങ്ങോട്ട് വിട്ടേരുന്നേ. ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണ്ട. എനിക്ക് ശ്രുതിയെ വലുത്. ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവര് അവിടെ ഒരു സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതിക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്. കാരണം ഇത്രയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രുതി തന്നെ കൈവിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു സന്തോഷം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ ഈ രേവതിക്ക് വേണ്ടി കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. രേവതിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെ കഞ്ഞി കോരി കൊടുക്കുന്നു, അങ്ങനതായ ചില കാര്യങ്ങളെല്ലാം രേവതിക്ക് വേണ്ടി നമ്മുടെ വർഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷ ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല രേവതി ചേച്ചി, ഈ ശ്രുതി ചേച്ചി പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടില്ലേ? ഇവരെന്തൊക്കെയോ കള്ളം പറയുന്നില്ല? ഇവർ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കേ എനിക്കൊന്നും തോന്നുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെ ചേച്ചി, അവർ പറയുന്നത് മുഴുവനും കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ അച്ചമ്മയും സച്ചിയും കൂടി ബാഗുമായിട്ട് വരികയാണ്. അപ്പം അച്ചമ്മ ബാഗുമായിട്ട് വരുന്നുണ്ടെപ്പോഴേക്കേ അച്ചമ്മ ഇത് എങ്ങോട്ട് പോകുന്നു ബാഗൊക്കെ ആയിട്ട്? മോളെ, എനിക്ക് പോകണ്ടേ? അവിടെ ചെന്നിട്ടെ 100 കൂട്ടം പണിയുണ്ട്. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നശിച്ചു പോകുവേ. എൻ്റെ കണ്ണ് അവിടെ എത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാകും. ഇപ്പോൾ വർഷയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. ഈ അച്ചമ്മ പോകണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ അതേ അച്ചമ്മ പോയൊരു രസം ഉണ്ടാവില്ല അച്ചമ്മ പോകണ്ടായിരുന്നു. മോളെ, ഞാൻ പോയിട്ട് ഉടനെ വരാന്നേ. പോകേണ്ട കാര്യത്തിന് പോയല്ലേ മതിയാവുള്ളൂ. അപ്പോൾ സച്ചിയും ശ്രീകാന്തും ഒക്കെ നമ്മുടെ അച്ചമ്മയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പോൾ എവിടെ ശ്രുതിയൊക്കെ എവിടെ? അവരെ വിളിക്കും ഇങ്ങോട്ട്. അപ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പരക്കം മാഞ്ഞ് ഓടി വരിക. അപ്പോൾ അച്ചമ്മ പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി അച്ചമ്മ പോകുന്നാന്ന് തോന്നുന്നു, രക്ഷപ്പെട്ടു. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട്, അച്ചമ്മ പോവാണ് അച്ചമ്മേ? ഞാൻ ഇപ്പം പോവാണ്, പോയിട്ട് ഉടനെ വരും. അല്ല, ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച എടുക്കുമായിരിക്കും അല്ലേ അച്ഛമ്മേ?
അപ്പം നമ്മുടെ സച്ചി, അല്ല 2 ദിവസത്തിനുള്ളിൽ അച്ചമ്മ ഇവിടെ എത്തും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ സങ്കടവും തോന്നുകയാണ്. അയ്യോടാ, പൗഡർ ഇട്ടത് വിചാരിച്ചു ഇനി അച്ചമ്മ ഇവിടുന്ന് പോയി തന്നെയാണ്, ഒരു ജോലി ചെയ്യണ്ടാന്ന് അല്ലേ. അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. അപ്പോൾ നമ്മുടെ അച്ചമ്മ ശ്രുതിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട്, ശ്രുതി, ഞാനിവിടെ നിന്ന് പോയെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ ജോലികൾ നീ ചെയ്യാതിരിക്കരുത്. ഞാനിവിടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എൻ്റെ പൊന്നു മോളെ നീ ചെയ്തില്ലെങ്കിൽ നീ പെടും. നിന്നെ ഞാൻ പെടുത്തും ശരിക്കും. അതുകൊണ്ട് ഈ അച്ചമ്മ പറയുന്ന ജോലികൾ മുഴുവനും കറക്റ്റായിട്ട് ചെയ്തേക്കണേ. അച്ചമ്മേ, അത് പിന്നെ ഞാൻ ഏറ്റു അച്ചമ്മേ, എനിക്കറിയാലോ അച്ചമ്മ പറയുന്ന ജോലികൾ മുഴുവനും ഞാൻ ചെയ്യും. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ, അതെ, അച്ചമ്മ പറയുന്ന ഏത് ജോലിയും ആത്മാർത്ഥതയോടെ ശ്രുതിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അതിൽ നിന്ന് അവൾ പിന്മാറില്ല. അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം. പിന്നെ അച്ചമ്മേ, ഞാൻ രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കും അച്ചമ്മേ. രേവതിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എല്ലാം ഞാൻ രേവതിക്ക് വേണ്ടി ചെയ്യും അച്ചമ്മേ എന്നിങ്ങനെ പറയാം. പക്ഷേ രേവതിക്ക് ഒരു സന്തോഷവുമില്ല. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ അച്ചമ്മ പോയിട്ട് ചോദിക്കണം, എന്തിനാ മോളെ, നീ എന്തിനാ സങ്കടപ്പെടുന്ന, കരയാണോ? അച്ചമ്മ പോയിട്ട് ഉടനെ വരില്ലേ, നീ കരയേണ്ട ഒരാവശ്യമില്ല കേട്ടോ, നീ സങ്കടപ്പെടാതിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ രേവതിയെ ഇങ്ങനെ ആശ്വാസപ്പെടുത്തുകയാണ്. പക്ഷേ എന്നാലും ഈ രേവതിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. എന്നാലും അച്ചമ്മ പോയിട്ട് വരില്ലേ? പിന്നല്ലാതെ, ഞാൻ പെട്ടെന്ന് വരും. അങ്ങനെ നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും രേവതി ഇരുന്ന് കരയാം. അപ്പം രേവതി കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവി വന്നിട്ട്, എന്തിനാ മോളെ നീ എന്തിനിങ്ങനെ കരയുന്നത്? അതല്ല അച്ഛാ, അമ്മ ഇവിടെ ഇല്ല, ഇപ്പം അച്ചമ്മയും ഇറങ്ങിപ്പോയി. എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു അച്ഛാ. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആരുമില്ലല്ലോ അടുത്ത് എന്നുള്ളൊരു തോന്നല്. എന്തിനങ്ങനെ തോന്നുന്നത്? അമ്മ പോയാലും അമ്മായിയമ്മ പോയാലും ഒരു പ്രശ്നമില്ല. മോളുടെ അടുത്ത് ഞങ്ങളെല്ലാവരും ഇല്ലേ, മോൾക്ക് ഏത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരില്ലേ. അങ്ങനെ ഒരു കുറവും എൻ്റെ മോൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ നമ്മുടെ രേവതിയോട് പറയാം. അച്ഛൻ്റെ ആ ഒരു വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷം തോന്നുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് സുധിയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ഷോറൂമിലെ ചില വിവരങ്ങളെല്ലാം ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ സംസാരിക്കണം. അതെല്ലാം മനസ്സിലായടോ, താൻ വേണ്ട ബദൽ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുന്ന സമയത്താണ് ശ്രുതി തുള്ളിച്ചാടി വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ ആ തുള്ളിച്ചാട്ടം കണ്ടുകഴിഞ്ഞപ്പോഴേക്ക്, എന്താ ശ്രുതി, നിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അല്ല, എന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം നീ മറന്നുപോയോ? അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും, അതൊക്കെ വീട് ശ്രുതി, ഇപ്പം ഞാൻ സന്തോഷം കൊണ്ട് മതിമാറുന്നൊരവസ്ഥയിലാണ്. കാരണം അച്ഛമ്മ ഇവിടെ നിന്ന് പോയി, എനിക്കിനി ജോലി ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ. പക്ഷേ അച്ഛമ്മ നിന്നെ ജോലി ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അവരതൊക്കെ പറയും, അതൊന്നും ഞാൻ കാര്യമാക്കാൻ പോകുന്നില്ല. ഞാനിവിടെ ഇനി ഒരു ജോലിയും ചെയ്യുന്നില്ല. പിന്നെ അവരുടെ അടിമയല്ലേ ഞാൻ അങ്ങനെ ഒരു ജോലിയും ചെയ്യില്ല എൻ്റെ സുധി. പക്ഷേ അച്ഛമ്മ അറിഞ്ഞാലോ? അച്ഛമ്മ എങ്ങനെ അറിയാൻ പോണ്? അച്ഛമ്മ ഒന്നും അറിയാനായിട്ട് പോകുന്നില്ല. ഞാനേതായാലും ഇനി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കാൻ പോവാ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നേ. നമുക്കിനി 3 നേരം പുറത്തുനിന്ന് ആക്കാം സുധി ഭക്ഷണമൊക്കെ. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇവിടുത്തെ ജോലിയൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു നീലിമയുടെ കോള്. അത് സുധിയുടെ ഫോണിലേക്ക് വിളിക്കാം. അപ്പോൾ സുധി ആകെ പേടിച്ചു പോയി. അയ്യോ ശ്രുതി, നീലിമയാളെ വിളിക്കുന്നത്, അതിന് നീ എന്തിനാ പേടിക്കുന്നത്? നീ ഫോൺ എടുക്ക്, സ്പീക്കറിലിടണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ശ്രുതി ഒരു പേടിയും നടിക്കാതെ അവിടെ, നിന്റെ വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ നീ വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കരഞ്ഞുകൊണ്ട് പേടിച്ച്. ഞാൻ അവിടെ ഇല്ലല്ലോ, നിന്റെ പ്ലാനുകളൊന്നും നടന്നില്ലല്ലോ നീലിമ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നീലിമ അട്ടഹസിച്ചൊന്ന് ചിരിക്കുക. അതിനുശേഷം, നീ എന്താ വിചാരിച്ചത്? ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്നോ? ഒരിക്കലും ഇല്ല എൻ്റെ പൊന്നു മോനെ. ഏതായാലും ഞാനിതിൽ നിന്ന് പിന്മാറുന്ന യാതൊരു പ്രശ്നവും ഇല്ല. നിന്റെ ഭാര്യ കുറേ ഗുണ്ടകളെ വിട്ടെന്നും മെഷീൻ ഗണ്ണുമായിട്ടാണ് വന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇത് കിട്ടിഞ്ഞപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോകണേ. മെഷീൻ ഗണ്ണോ? എവിടെന്ന്? എങ്ങനെ? എനിക്കറിയില്ല ശ്രുതി, ഞാനിപ്പോൾ കേൾക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ രഹസ്യമായിട്ട് പറയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ നീലിമ പേടിക്കുമെന്ന് നീ വിചാരിക്കേണ്ട ശ്രുതി.
ഇതൊക്കെ എനിക്ക് വെറും പുല്ലാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്കും ശ്രുതി ഫോൺ മേടിച്ചിട്ട് എടി വെച്ചിട്ട് പോടി, നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കുന്നോ? ഞങ്ങളെ പേടിപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല, ഇപ്പം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചുറ്റിനും ആൾക്കാരാണെന്ന്. നിന്റെ മണ്ടൻ ഗുണ്ടകളോടൊക്കെ അതൊന്ന് പറഞ്ഞേര്, അതായിരിക്കും നല്ലത്. ശ്രുതി, പക്ഷേ ഈ നീലിമയെ നീ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ മലേഷ്യയിലുള്ള അച്ഛനില്ലേ, അച്ഛനെ വരെ ഇവിടെ എനിക്ക് വരുത്തിക്കാൻ അറിയാം. നിന്റെ സകല രഹസ്യങ്ങളും ഞാൻ പൊളിക്കും. എല്ലാ രഹസ്യങ്ങളും ഞാൻ പൊളിച്ച് നിന്റെ കയ്യിൽ തരും. അപ്പൊ രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്തൊരു ഭയമൊക്കെ തോന്നുകയാണ്. കാരണം രഹസ്യത്തിന്റെ കലവറയാണല്ലോ ശ്രുതിയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നീലിമയോട് കളിക്കരുത്. നീലിമ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഒരാളെത്തും. ആരും അറിയാത്ത രീതിയിൽ കിഡ്നാപ്പ് ചെയ്യാനും നിങ്ങളെ രണ്ടുപേരെ വേണമെങ്കിൽ തട്ടിക്കളയാൻ വരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ പൈസ അതെനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അത് കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ പിന്നാലെ നിന്ന് മാറില്ല എൻ്റെ മക്കളെ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ നീലിമ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടൊക്കെയാണ്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കട ഫോൺ കട്ടാക്കിയിട്ട് പോയി കഴിഞ്ഞു. നീ എന്താ ഫോൺ കട്ടാക്കിയോ എന്നും ചോദിക്കുക. അങ്ങനെ സുധി, അവള് ഫോൺ കട്ടാക്കിയിട്ട് പോയല്ലോ. അതിനെന്തിനാ പേടിക്കുന്നത്? അവളെയൊന്നും പേടിച്ച് ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. അവളെ എന്താ ചെയ്യണം നമുക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ എന്നാലും ഇവളുടെ ഇതിങ്ങനെ സച്ചിയെങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ പല കള്ളത്തരങ്ങളും കാണിച്ചായിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പൊ രേവതിയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി വരികയാണ് വർഷ. ചേച്ചി, എനിക്കിന്ന് ഹാഫ് ഡേ ലീവ് കിട്ടി ചേച്ചി എന്ന് പറയാ. അപ്പൊ നീയല്ലേ പറഞ്ഞത് നിനക്ക് ലീവ് കിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ അവരോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്ത് ചേച്ചി. ഞാൻ മാത്രമല്ല ശ്രീകാന്തും ലീവ് എടുത്ത് ചേച്ചി. അല്ല, നീ ഇപ്പൊ എന്തിനാ ലീവ് എടുത്തത്? അത് പിന്നെ ചേച്ചിയെ നോക്കാനായിട്ട്. ചേച്ചിയുടെ കൂടെ നിന്ന് ഒരു ദിവസം നിന്ന് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ശ്രീകാന്തേ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചിക്ക് തരാൻ വേണ്ടിയാണ്. രണ്ടാൾക്കാരും കൊള്ളാലോ അല്ലേ ചേച്ചി ആരാണ് ഇവിടെ കൊണ്ടു നിർത്തിയത്? സച്ചിയേട്ടൻ അരമണിക്കൂറെങ്കിലും നല്ല ശ്വാസം ശ്വസിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയത് തന്നെ. അതേതായാലും നല്ല ചേച്ചി. എപ്പോൾ നോക്കിയാലും ഈ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അങ്ങോട്ട് കയറി പോവുക. അങ്ങനെ കയറി പോകുന്ന സമയത്താണ് ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കാറ് വരുന്നു. ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അടിപൊളി പെണ്ണിറങ്ങുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി പേടിച്ചു പോയി. ഇത് ആരാണപ്പോൾ ഇത് എന്ന് ചോദിക്കാം. അങ്ങനെ ഈ പെണ്ണ് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല, ആരാ, എന്താ മനസ്സിലായില്ല? എന്താ രേവതി ഇത്? സച്ചിയുടെ ഭാര്യക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല, മനസ്സിലായില്ല. അല്ല, ഇവിടെ എന്താണവ വന്നിരിക്കുന്നത്? അല്ല, എനിക്ക് കാലിന് തീരെ സുഖമില്ല, അതുകൊണ്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ആണോ? അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, സച്ചി എവിടെ? സച്ചി ഇവിടെ ഇല്ലേ? ഞാൻ വന്നിട്ട് പോലും അവൻ അറിയാത്ത ഭാവത്ത് നടിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു സച്ചി പെട്ടെന്ന് ഈ പെണ്ണിനെ കാണുകയാണ്. പെണ്ണിനെ കണ്ട് ഞെട്ടിപ്പോവാ. അപ്പോൾ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സച്ചിയാണെങ്കിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നീയോ എന്ന് പറഞ്ഞു ഇവ രണ്ടിനും കൂടി കെട്ടിപ്പിടിക്കുക. ഇത് കണ്ട രേവതി ഞെട്ടിപ്പോവാണ്. രേവതി ആണെങ്കിൽ അവരിങ്ങനെ മാറി നോക്കുകയാണ്. ഇവരാണെങ്കിൽ ഭയങ്കര സൗഹൃദവും കെട്ടിപ്പിടിക്കലും എടുത്തുപൊക്കലും അങ്ങനെയൊക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.